ജാഫർ, സഹീദ് ഗൂഫി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മുഖ്യധാര രാഷ്ട്രീയവും മുസ്ലിം ന്യൂനപക്ഷങ്ങളും എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ സെമിനാർ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇവിടെ നമ്മുടെ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള ശ്രീമതി ടീച്ചർ കൂടി ഈ വേദിയിലുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തുറകളിലുള്ള പ്രമുഖ വ്യക്തികൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ്. സമീപകാലത്ത് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ജനാധിപത്യം, മതനിരപേക്ഷത, സ്വതന്ത്ര പരമാധികാരം ഇവയെല്ലാം ഉള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. ജനാധിപത്യത്തെക്കുറിച്ച് പൊതുവിൽ നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. നമ്മളൊക്കെ കരുതുന്നത് ജനാധിപത്യം എന്നാൽ മഹാഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അനുസൃതമായ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യമെന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അതിലല്ല ജനാധിപത്യത്തിൻ്റെ സ്വാർത്ഥകത എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിന് പോലും അവരുടെ അഭിപ്രായം പരിഗണിക്കപ്പെടുന്നു എന്ന് കരുതുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ ജനാധിപത്യം. എന്നാൽ ആ പരിപൂർണത ജനാധിപത്യത്തിൽ ഉണ്ടാവില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞവരാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ രൂപപ്പെടുത്തിയ ദേശീയ നേതാക്കന്മാർ, ഭരണഘടനയുടെ ശില്പികൾ. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ അവർ ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ചില വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ അതൊരു പട്ടിക ഉൾപ്പെടുത്തിയത്. ആർട്ടിക്കിൾ 29 എന്ന വകുപ്പ് ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ്. വംശം, മതം, ഭാഷ ഇങ്ങനെയുള്ളതിൻ്റെ പേരിലുള്ള വിവേചനം തടയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 29. ഇതോടൊപ്പം ഭരണഘടനയിൽ 25-ാമത്തെ വകുപ്പ് മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന വകുപ്പാണ്. ഭരണഘടനയിലെ 30-ാം വകുപ്പ് ന്യൂനപക്ഷ വിദ്യാഭ്യാസത്തിന് പരിരക്ഷ നൽകുന്ന വകുപ്പാണ്. ഇതൊന്നും പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ, പ്രിയാമ്പിളിൽ തന്നെ ഇന്ത്യയെ ഒരു സെക്യുലർ സ്റ്റേറ്റ്, മതനിരപേക്ഷ രാഷ്ട്രം എന്ന് വിളംബരം ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ മതേതരത്വം എന്നാണ് പറയാറെങ്കിലും സെക്യുലറിസം എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ലഭിക്കണമെങ്കിൽ മതനിരപേക്ഷത എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. മതനിരപേക്ഷത എന്നതിൻ്റെ അർത്ഥം മതത്തെ നിരാകരിക്കലില്ല. ഓരോരുത്തർക്കും സ്വന്തം മതവിശ്വാസം വെച്ചു പുലർത്താനുള്ള അവകാശമാണ് സെക്യുലറിസം നൽകുന്നത്. തൻ്റെ മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാം, തൻ്റെ മിതവിശ്വാസത്തിനനുസരിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാം.
ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, പരമ്പരാഗതമായുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ സ്വന്തം മതവിശ്വാസം എന്തു തന്നെയായാലും ആ മതവിശ്വാസത്തെ ഭരണകൂടത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഒരു മതവിശ്വാസി ഭരണാധികാര സ്ഥാനത്ത് വന്നാൽ ആ മതവിശ്വാസത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. ഒരു മതവിശ്വാസിയായ ഒരാൾ ഒരു ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഭരണഘടന കാത്തു സൂക്ഷിക്കാനാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വശം. അത് ഇന്ത്യയിൽ ആദ്യകാലത്ത് കാണിച്ചു കൊടുത്ത രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ഒരു നിരീശ്വരവാദിയായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു മതത്തിന്റെയും പ്രചാരകനായിരുന്നില്ല. ഞാൻ ഒരു നിരീശ്വരവാദിയാണ് എന്ന് പരസ്യമായി പറയുന്നതിൽ യാതൊരു വൈമുഖ്യവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. എന്നാൽ അദ്ദേഹം ഒരു വിശ്വാസത്തെയും നോവിക്കുകയോ വിശ്വാസികളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തില്ല. നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു. EMS ഒരു മതനിരപേക്ഷ നിലപാടിൽ അണിയുറച്ചിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് എന്ന് കേരളത്തിൽ മാതൃക കാണിച്ച മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് EMS. EMS എല്ലാ മതവിശ്വാസികളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന 52 സർക്കാർ ഇടപെട്ടിരുന്നത്. രാജ്യത്തെ മതനിരപേക്ഷ ഭരണഘടനയിൽ നിന്നുകൊണ്ട് ഒരു ഭരണാധികാരി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് രാജ്യത്തിന് മാതൃക കാണിക്കുകയാണ് സഖാവ് EMS ചെയ്തിരുന്നത്. അതാണ് അന്ന് ഇവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് വിവേചനപരമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. അത് രൂഢമാനം നിലനിന്നിരുന്നത് മലബാർ പ്രദേശത്താണ്. ബ്രിട്ടീഷ് പ്രോവിൻസായിരുന്ന മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാർ പ്രദേശം ബ്രിട്ടീഷ് മേധാവിത്വത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം സൃഷ്ടിച്ചിരുന്നു. അത് 57 വരെ തുടർന്നു. കോൺഗ്രസ് മദിരാശി അധികാരത്തിൽ വന്നിട്ടും അത് തുടർന്നു. എന്നാൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1957 കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാരാണ് പള്ളികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മതന്യൂനപക്ഷങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള വിവേചനം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന പോലെ തന്നെ പള്ളികളും നിർമ്മിക്കാം എന്നുള്ള തീരുമാനമെടുത്തത്, അതുകൊണ്ട് ഇച്ഛാശക്തി കാണിച്ചത് സഖാവ് EMS ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. അതുവരെ കേരളത്തിൽ MSP ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റാണ് ആ വ്യവസ്ഥ കൊണ്ടുവന്നത്. എന്നാൽ ആ വ്യവസ്ഥ എടുത്തു കളഞ്ഞുകൊണ്ട് എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചും അവരുടെ ശാരീരിക ക്ഷമത അനുസരിച്ചും പോലീസിലേക്ക് പ്രവേശനം കൊടുക്കാം, MSPയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താം എന്ന് തീരുമാനമുണ്ടാക്കിയത് 50 EMSന്റെ ഗവൺമെന്റ്. ഇതാണ് മതനിരപേക്ഷത എങ്ങനെയാണ് നടത്തി വരുത്തേണ്ടത് എന്ന ഭരണഘടനാ തത്വം ഉയർത്തിപ്പിടിക്കുന്ന ഭരണകൂടങ്ങൾക്ക് സ്വീകരിക്കേണ്ടുന്ന മാതൃകകളാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം തികയാൻ പോവുകയാണ്. ഈ ആഗസ്റ്റ് ആകുമ്പോഴേക്ക് 70 വർഷമാണ്. ഇപ്പോഴും നമ്മൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച്
ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടി വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വർഷം കഴിഞ്ഞിട്ടും ഈ രാജ്യം തുടരുന്ന ഒരു അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ന് വാദിക്കേണ്ടി വരികയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരോട്, മതവിഭാഗത്തിൽപ്പെട്ടവരോട്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾ നടപ്പ് വരുത്താൻ 7 പതിറ്റാണ്ടുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നെയ്യുന്ന ഈ ഘട്ടത്തിൽ പോലും നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ചാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ടത്. ഭക്ഷണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണ്. ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ബീഫ് ഭക്ഷണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി, ഒരു വിവാദ പ്രശ്നമായി ഇന്ന് മാറ്റിയില്ലേ? പല സംസ്ഥാനങ്ങളിലും അടുക്കളയിൽ കയറി പരിശോധന നടത്തുകയും ബീഫ് ബിരിയാണിയിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന അവസ്ഥ രാജ്യത്ത് വന്നില്ലേ? എന്തിനധികം പറയുന്നു? കേരള ഹൗസിൽ പോലും നമ്മുടെ ഗവർണർ പോയാൽ, മുഖ്യമന്ത്രി പോയാൽ, മന്ത്രിമാർ പോയാൽ ഭക്ഷണം കഴിക്കുന്ന, ഡൽഹിയിലെ കേരള ഹൗസിന്റെ അടുക്കളയിൽ കയറി ബീഫ് വിളമ്പുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന അവസ്ഥ ഈ രാജ്യത്തുണ്ടായില്ലേ? കുറച്ചു വർഷം മുമ്പ് ഇങ്ങനൊരു സ്ഥിതി ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചിരുന്നു? രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഭരിച്ച ഭരണകൂടങ്ങളുടെ നയങ്ങളുടെ സ്വഭാവവുമാണ് ഇത്തരമൊരു സ്ഥിതി നമ്മുടെ രാജ്യത്ത് എത്തിച്ചത് എന്നതാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ദളിതരും എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ രാജ്യം ഭരിച്ച ഭരണകൂടങ്ങളുടെ നയങ്ങൾ, സ്വഭാവമാണ് ഈ അവസ്ഥ കാരണമെന്ന വസ്തുത നാം തിരിച്ചറിയണം. ഇന്ന് രാജ്യത്താകെ മതന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും വേട്ടയാടപ്പെടുകയാണ്. ഇതിനെ വ്യത്യസ്തമായി നിൽക്കുന്നത് കേരളം പോലുള്ള 1-2 സംസ്ഥാനങ്ങളിലാണ് മതന്യൂനപക്ഷങ്ങളും ദളിതരും സുരക്ഷിതരായിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഇതിനെന്താണ് കാരണം? അവിടെയാണ് ഭരണകൂടങ്ങളുടെ വ്യത്യാസം നാം തിരിച്ചറിയേണ്ടത്. കേരളത്തിൽ അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങളും കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളുടെ സ്ഥിതിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് കേരളത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിട്ട് കഴിയുന്നു, ഈ കേരളത്തിലെ ദളിത് ജനവിഭാഗത്തിൽപ്പെട്ടവർ സുരക്ഷിതരായിട്ട് കഴിയുന്നു, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വേർതിരിക്കുന്ന സ്ഥിതി എന്തുകൊണ്ടാണ് എന്ന് പഠിക്കാതെ, നിരീക്ഷിക്കാതെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് എന്തുകൊണ്ട് ചില വിഭാഗങ്ങൾ വേറിട്ട് നിൽക്കുന്നതിനുള്ള ചർച്ച പൂർണ്ണമാവുകയില്ല. ഇന്ത്യയിൽ ഏകദേശം 14% മുസ്ലിം ജനസംഖ്യ. കൃത്യമായി പറഞ്ഞാൽ 14.23% ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ. മുസ്ലിം മതവിഭാഗം ഇന്ത്യയിൽ ന്യൂനപക്ഷ മതമാണ്. പക്ഷെ ന്യൂനപക്ഷ മതമാണെങ്കിലും വലിപ്പക്കുറവ് കൊണ്ടല്ല മതന്യൂനപക്ഷങ്ങൾ ഇരകളാകപ്പെടുന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമുകളുള്ള ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്.
ഉത്തർപ്രദേശിലെ 231 പ്രധാന പട്ടണങ്ങളിൽ മുസ്ലിം ജനസംഖ്യ 50%-ലധികമാണ്. ഈ 231 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ 15 പട്ടണം ഉത്തർപ്രദേശിൽ. അവിടുത്തെ ജനസംഖ്യ നോക്കുമ്പോൾ 90% മുസ്ലിങ്ങളാണ്. ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ 20%-ലധികം മുസ്ലിങ്ങളാണ്. ഉത്തർപ്രദേശിലെ 20% എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളാണ്. ആ ഉത്തർപ്രദേശിലാണ് BJP 4-3 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നപ്പോൾ ഒരു മുസ്ലിമിനെ പോലും നിയമസഭയിൽ അംഗമാക്കിയില്ല. 20%-ലധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഈ സ്ഥിതി ഉണ്ടായി എന്നാണ് നാം പരിശോധിക്കേണ്ടത്. കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശിൽ എന്തുകൊണ്ട് ഈ സ്ഥിതി വന്നു? കേരളത്തിൽ എന്തുകൊണ്ടാണ് ആ സ്ഥിതി ഇല്ലാത്തത്? ഉത്തർപ്രദേശിലെ സ്ഥിതിയും കേരളത്തിലെ സ്ഥിതിയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ജനസംഖ്യയല്ല പ്രശ്നം. കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ ഭക്ഷണ രീതി തുടരാൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നു. ഇത് പരിശോധിക്കുമ്പോഴാണ് ഈ സ്ഥിതി ഇല്ലാത്ത കേരളവും ഉത്തർപ്രദേശും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഭരണകൂടങ്ങളുടെ സമീപനമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് മുസ്ലിമുകളോടൊപ്പം തന്നെ കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹം ഉത്തർപ്രദേശിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ശീലമാണ് മരണപ്പെടുന്ന പശുവിന്റെ തോലെടുത്ത് അതുപയോഗിച്ചുകൊണ്ടുള്ള വിവിധ രീതിയിലുള്ള ചെറുകിട വ്യവസായങ്ങൾ, ചെരുപ്പ് നിർമ്മാണവും മറ്റും നടത്തുക എന്നുള്ളത്. എന്നാൽ ചത്ത പശുക്കളുടെ തോലെടുക്കാൻ ദളിതരെ ഇപ്പോൾ അവിടെ അനുവദിക്കുന്നില്ല. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ന് കടുത്ത ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലുള്ള ദളിതർ മുഴുവൻ തന്നെ ബുദ്ധമതത്തിൽ ചേർന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ദളിതർക്ക് ദളിതർ എന്നുള്ള നിലയിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ഇനി മാറിക്കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇനി ദളിതനല്ല, ഹിന്ദുവല്ല, ബുദ്ധമതത്തിൽ ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഉത്തർപ്രദേശിൽ ഉണ്ടായി. മറ്റൊരു ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ മുസ്ലിം മതത്തിൽ ചേരും എന്ന് വേറൊരു കൂട്ടം ദളിതർ പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഉത്തർപ്രദേശിലുണ്ട്. ഇങ്ങനെയുള്ള സ്ഥിതിശേഷം രൂപപ്പെട്ടു വരുന്ന ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറുന്നത് അവിടുത്തെ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാടാണ് മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗത്തെയും മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. മുസ്ലിം എന്നത് സമാധാനത്തിന്റെ മതമായിട്ടാണ് മുസ്ലിം മതം ഉയർന്നു വന്നത്. മുഹമ്മദ് നബി ഇസ്ലാം മതത്തിന്റെ മാത്രം സ്ഥാപകനല്ല, അദ്ദേഹം ഭരണാധികാരി കൂടിയായിരുന്നു. സമാധാനത്തിന്റെ സന്ദേശവാഹകനായ പ്രവാചകനാണ് ആദ്യമായി ഇസ്ലാമിക് ഭരണസങ്കല്പം അവതരിപ്പിച്ചത്. ഉള്ളവന്റെ പണം ഇല്ലാത്തവന്റെ അവകാശമാണ് എന്ന സാമ്പത്തിക തത്വശാസ്ത്രം പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ISIS എന്നുള്ളതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന രൂപത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്.
മഹാനായ മുഹമ്മദ് നബി രൂപപ്പെടുത്തിയത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല. ഇന്ന് ISIS രൂപപ്പെടുത്തിയെടുക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് അത് നബിയുടെ വചനങ്ങളിൽ നിന്നുള്ള, പ്രവാചകന്റെ സന്ദേശത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യതിയാനമാണ്. പ്രവാചകനെ തന്നെ നിരാകരിക്കുന്ന, നബിയുടെ സന്ദേശങ്ങളെ നിരാകരിക്കുന്ന വിധത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ISIS വിഭാഗം ലോകത്താകെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഭീകരതയുടെ ഒരു പര്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. നേരത്തെ ഇത് താലിബാൻ ആയിരുന്നു ഇതിന്റെ പര്യായമായി വിവക്ഷിക്കപ്പെട്ടിരുന്നത്. തീവ്രവാദം മനുഷ്യവിരുദ്ധമാണ്. തീവ്രവാദ ചിന്ത ഇസ്ലാമിക ചിന്തയുടെ നിരാകരണമാണ്. ഇസ്ലാം മതത്തിന് ഒരിക്കലും തീവ്രവാദവുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല. ഇസ്ലാം എന്നതിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് തീവ്രവാദവും ഇസ്ലാമും തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു പോകുന്നൊരു കാര്യമല്ല. മതത്തെ തീവ്രവാദികൾ മറയാക്കുകയാണ് ചെയ്യുന്നത്. മതത്തെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മതത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നാം ഇത് അനുവദിക്കാൻ പാടില്ല. ഇസ്ലാം മതത്തിന്റെ പേരിൽ ISIS തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. ഹിന്ദു മതത്തിന്റെ പേരിൽ RSS ഹിന്ദുത്വ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു. രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ് എടുക്കുന്നത്. ISISന്റെ പേരിൽ ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കുന്നത്, RSSന്റെ പേരിൽ ഹിന്ദു തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. എല്ലാ മതത്തിന്റെ പേരിലുമുള്ള ഭീകരവാദത്തെ, തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് മാത്രമേ സമാധാനമുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും മതത്തെ മറയാക്കാൻ തീവ്രവാദികളെ അനുവദിക്കരുത്. ആരാധനാലയങ്ങൾ തീവ്രവാദികളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റി നിർത്തണം. ഇപ്പോൾ ആരാധനാലയങ്ങൾ കൈവശപ്പെടുത്താനാണ് മതതീവ്രവാദികൾ ശ്രമിക്കുന്നത്. മുസ്ലിം പള്ളികൾ കൈയടക്കുക. ഇതാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. പള്ളി കൈയടക്കുക. ഇനി നിലവിലുള്ള പള്ളി കൈയടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുതിയ പള്ളി ഉണ്ടാക്കുക. ഇതാണ് ഇസ്ലാമിക് മതമൗലികവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വിശ്വാസികളെയാണ് ലക്ഷ്യമിടുന്നത്. വിശ്വാസികളെ സ്വാധീനിച്ച് പള്ളി കേന്ദ്രമാക്കി പ്രവർത്തിച്ച് പള്ളികളെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിനുവേണ്ടി ആയുധ പരിശീലനം നടത്തുന്ന കേന്ദ്രങ്ങളാക്കുക, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ ആരാധനാലയങ്ങൾ വരുമെന്ന് ഒരു കാലത്ത് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടോ? മുസ്ലിം പള്ളികളെ ഇതിനു വേണ്ടി മുസ്ലിം തീവ്രവാദികൾ ഉപയോഗിക്കുമ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ RSS ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ സങ്കേതങ്ങളായി ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ ഇതിനുവേണ്ടി RSS ഉപയോഗിക്കുകയാണ്. ഇന്ത്യയിൽ RSS വളർന്നു വന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുടെയും പേരിലും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടും ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുമാണ് RSS ഹിന്ദുത്വ തീവ്രവാദം ശക്തിപ്പെടുത്തിയത്. രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കണം എന്ന പ്രശ്നം ഉയർത്തിപ്പിടിച്ചത് രാമൻ ശ്രീരാമനൊരു പ്രതീകമായിരുന്നു. ഹിന്ദുമത വിശ്വാസികളായ ശ്രീരാമ ഭക്തന്മാരെ ആകർഷിക്കാനാണ് രാമക്ഷേത്രം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അയോധ്യയിലേക്ക് ഇഷ്ടിക ഘോഷയാത്രയും രാജ്യത്താകെയുള്ള കലാപങ്ങൾ സംഘടിപ്പിച്ചത് രാമക്ഷേത്രം എന്ന വികാരം ഉണ്ടായിക്കൊണ്ടാണ്. വിശ്വാസത്തെ എങ്ങനെയാണ് തീവ്രവാദം ഉപയോഗിക്കുന്നത്?
എന്നതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കലാപം. രാമക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ ബാബറി മസ്ജിദ് പൊളിക്കണം എന്നൊരാശയം രൂപപ്പെടുത്തിയെടുത്തു. അതിന്റെ പരമായി ഒരു വിഭാഗത്തിനെതിരായുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നു. അത് മറ്റൊരു മതവിഭാഗത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ആണ് ബാബറി മസ്ജിദ് പൊളിക്കണം എന്ന അഭിപ്രായം ഹിന്ദു വിഭാഗത്തിനിടയിൽ തീവ്രവാദ ചിന്താഗതിക്കാരിൽ ബാബറി മസ്ജിദ് പൊളിക്കുക എന്നത് ഹിന്ദുവിന്റെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥിതിയിലേക്കുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചു. അതിന്റെ അനന്തരഫലമാണ് BJP രൂപം കൊണ്ടപ്പോൾ 1980 2 സീറ്റ് മാത്രം ലോകസഭയിൽ ഉണ്ടായിരുന്ന BJP ഇന്ന് ലോകസഭയിൽ 50%-ലധികം സീറ്റ് നേടിക്കൊണ്ട് രാജ്യത്ത് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് വിശ്വാസത്തെ, ആരാധനാലയങ്ങളെ തീവ്രവാദികൾ ഉപയോഗിച്ചാൽ ലക്ഷ്യം നേടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് RSS സ്വീകരിച്ച രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നടന്ന കലാപവും ബാബറി മസ്ജിദ് പള്ളി പൊളിക്കുന്നിടത്തേക്ക് അത് രൂപപ്പെടുത്തിയെടുത്തതും ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഇന്ന് RSS സ്വീകരിച്ചിരിക്കുന്ന ഈ വഴി മുസ്ലിം തീവ്രവാദികൾ അവരുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു തീവ്രവാദത്തെ നേരിടാൻ, ഒരു മതതീവ്രവാദത്തെ നേരിടാൻ മറ്റൊരു മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മതന്യൂനപക്ഷങ്ങളെ അകറ്റുകയാണ് ചെയ്യുക. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പ്രത്യേകം സംഘടിച്ച് ഈ വെല്ലുവിളി നേരിടുക എന്നത് RSSന് സഹായകരമായിട്ട് തീരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം മതനിരപേക്ഷത, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു രാജ്യം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായിരുന്നു. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ, അതിന്റെ സ്വാധീനം കേരളീയ സമൂഹത്തിൽ വളരെയധികം ഉണ്ടായി എന്ന വസ്തുതയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യഗണങ്ങളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഗുരു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ വിശ്വാസമർപ്പിച്ച് ജീവിക്കൂ എന്നാണ് ഗുരു മുസ്ലിം മതത്തിൽ ഗുരുവിന്റെ അനുയായിയായവരോടും ക്രിസ്തീയ മതത്തിൽ നിന്ന് അനുയായിയായിട്ട് വന്നവരോടും ഗുരു നിർദ്ദേശിച്ചതായിരുന്നു. ഇന്ന് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന സ്ഥിതിയിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ മതത്തിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദത്തെ വർഗീയതയെ എതിർക്കുവാനുള്ള സമീപനമായിരിക്കണം ഇതിനെ നേരിടുന്നതിന് വേണ്ടി നാം നിർത്തിപ്പിടിക്കേണ്ടത്. മതതീവ്രവാദം എങ്ങനെയാണ് ലോകത്ത് രൂപപ്പെട്ടു വന്നത് എന്നതിനൊരു ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ റഷ്യയോട് താല്പര്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നജീബുള്ള. നജീബുള്ള അഫ്ഗാനിസ്ഥാൻ ഭരിക്കുമ്പോൾ നജീബുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. നമ്മൾ ചിലരൊക്കെ പറയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്ന്. നജീബുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. നജീബുള്ള ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് ഭരണം നടത്തിയിട്ടുള്ള ഒരു മതനിരപേക്ഷ ഭരണാധികാരിയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭരണം നടത്തിയിട്ടുള്ള നജീബുള്ളക്ക് റഷ്യയോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോട് അദ്ദേഹം വളരെ അടുത്ത് പ്രവർത്തിച്ചു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് നജീബുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അവിടെ അമേരിക്കൻ സാമ്രാജ്യത്വമാണ്
താലിബാൻ എന്ന തീവ്രവാദ സംഘടനയെ രൂപപ്പെടുത്തിയത് അമേരിക്കൻ സാമ്രാജ്യത്വം. അതിന്റെ അനന്തരഫലം നജീബുള്ളയെ കൊലപ്പെടുത്തി. ഒരു ദിവസം രാവിലെ നജീബുള്ളയുടെ ജഡം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കിയിരുന്നു. തീവ്രവാദികളാണ് നജീബുള്ളയെ കൊന്ന് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തെ ഇല്ലാതാക്കി. താലിബാന്റെ കയ്യിലേക്ക് ആ ഭരണം എത്തിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദം നടത്തിയത്. ഇറാഖിൽ തീവ്രവാദം ശക്തിപ്പെടുത്തി. ഇറാഖിലെ സർക്കാർ മതനിരപേക്ഷ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സദ്ദാം ഹുസൈൻ അദ്ദേഹം മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. ഇറാഖിനെ തകർത്ത് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ ഇറാഖിലും തീവ്രവാദം ശക്തിപ്പെടുത്തി. അവിടെ തീവ്രവാദ ശക്തികൾ നടത്തിയെടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗികൾ കേട്ടിട്ടുണ്ടാകും. വാർ ഓൺ ടെറർ, ഭീകരതയ്ക്കെതിരെ യുദ്ധം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരെ യുദ്ധം എന്ന് പ്രഖ്യാപിക്കുന്ന അമേരിക്കയാണ് ഈ രാജ്യങ്ങളിലെല്ലാം ഭീകരവാദത്തിന് വിത്ത് വിതച്ചത്. ഇന്നിപ്പോൾ അവർ ഭീകരവാദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഭീകരവാദത്തിനെതിരെ നേരിടുകാനല്ല, അമേരിക്കൻ മേധാവിത്വം ഈ രാജ്യങ്ങളിലൊക്കെ സ്ഥാപിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷം തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന വസ്തുത നാം കാണാതിരിക്കുന്നു. ഇത് മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സമീപകാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സ്വന്തം വീട്ടുകാർ അറിയാതെ, രക്ഷിതാക്കന്മാർ അറിയാതെ ചില വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഉൾപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തെ ശരിയായി നേരിടുന്നതിന് പകരം രാജ്യത്ത് എന്ത് സംഭവം ഉണ്ടായാലും അത് മുസ്ലിമുകളാണ് ചെയ്തതെന്ന് പ്രചരിപ്പിച്ചത്. സംഭവവുമായി യാതൊരു ബന്ധമില്ലാത്ത മുസ്ലിം യുവാക്കളെ പ്രതിയേർത്ത് ജയിലിലടക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA സർക്കാരിന്റെ കാലത്ത് UAPA ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളെയാണ് അന്ന് ജയിലിലടച്ചത്. ഇതിനെതിരെ അന്ന് ശക്തമായി രംഗത്ത് വന്നത് അന്നത്തെ CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് പ്രകാശ് കാരാട്ട്. ഇതിനിരയായ മുസ്ലിം യുവാക്കളെയും കൂട്ടി അദ്ദേഹം രാഷ്ട്രപതിയെ പോയി കാണുന്ന അവസ്ഥ ആ ഘട്ടത്തിലുണ്ടായി. മുസ്ലിം യുവാക്കൾക്ക് നിയമപരിരക്ഷ നൽകി അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ CPM ഇടപെട്ടു. ആ പ്രതികളായവരൊന്നും CPM-കാരായിരുന്നില്ല. അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു CPIM ഈ പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനം. ഹൈദരാബാദ് സ്ഫോടനം നടന്നപ്പോൾ സംഭവവുമായി ബന്ധമില്ലാത്ത മുസ്ലിം യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. അതിനെതിരായി പോരാട്ടം നടന്നു. ഒടുവിൽ യാതൊരു ബന്ധവുമില്ലാത്ത 21 പേരെ ജയിലിലടച്ച സംഭവത്തിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. യാതൊരു തെളിവുമില്ലാതെ മുസ്ലിമുകളാണ് എന്ന കാരണത്താൽ മാത്രം കേസുകളിൽ യുവാക്കളെ ഉൾപ്പെടുത്തിയ സംഭവം ഉണ്ടായത് തീവ്രവാദത്തിനെതിരെ പോരാടുന്ന ശക്തികളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം സംഭവവുമായി ബന്ധമില്ലാത്ത ആളുകളെ പ്രതികളാക്കുന്ന രീതി അത് വിപരീതപരമാണ് സൃഷ്ടിക്കുക എന്ന വസ്തുത നാം തിരിച്ചറിയണം. ഭരണകൂടം ആരെയും പ്രതിയാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തലശ്ശേരിയിൽ ഫസൽ വധവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരായിട്ടുള്ള കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും പ്രതിയേർത്ത സംഭവം ഇതേ രൂപത്തിലുള്ളതാണ്.
ആ സംഭവത്തിൽ ഇരയാക്കാൻ അവർ തീരുമാനിച്ചത് CPM നേതാക്കന്മാരെയാണ്. ആ സംഭവം നടത്തിയത് CPM-ന് യാതൊരു ബന്ധവുമില്ല. സംഭവം നടത്തുന്നത് ആരാണ് എന്നുള്ളത് RSS-കാരനായ ഒരാൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് സംഭവം ചെയ്തത്? RSS ആസൂത്രണം ചെയ്തൊരു കലാപമായിരുന്നു അത് എന്ന്, കലാപത്തിന് വേണ്ടിയുള്ള ഭാഗമായിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു അത് എന്നത് RSS-കാരനായ ഒരാൾ മറ്റൊരു കേസിൽ പിടിയിലായപ്പോൾ പോലീസിന് മൊഴി കൊടുത്തു. പക്ഷെ CBI ആണ് ഈ രണ്ട് സഖാക്കളെയും ആ കേസിൽ തെറ്റായി പ്രതിയേർത്തത്. കോൺസ്പിറസി പറഞ്ഞുകൊണ്ട് അവർക്ക് നേരിട്ട് യാതൊരു പങ്കാളിത്തവും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അവർ ഗൂഢാലോചന നടത്തി എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കി. ഇപ്പോൾ 5 വർഷമായി അവർക്ക് നാട്ടിൽ പ്രവേശനമില്ല. എങ്ങനെയാണ് ഒരാളെ പീഡിപ്പിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ആ കേസിൽ തെറ്റായിട്ട് RSS-കാർ ചെയ്തൊരു സംഭവത്തിൽ CPM-കാരെ പ്രതിയാക്കി 5 വർഷക്കാലമായി 3 വർഷം ജയിലും 2 വർഷം നാട്ടിൽ പ്രവേശനമില്ലാതെയും അവരെ താമസിപ്പിച്ചു. ഇതേ നിലയിലാണ് പല കേസുകളിലും മുസ്ലിം യുവാക്കളെ, സംഭവവുമായി ബന്ധമില്ലാത്ത മുസ്ലിം യുവാക്കളെ പ്രതികളാക്കി പീഡിപ്പിക്കുകയും ജയിലിലടക്കം ചെയ്തെന്നുള്ള വസ്തുത അതിന് സമാനമായ സംഭവമാണ്. തലശ്ശേരിയിലെ സംഭവത്തിൽ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും പ്രതിയേർത്തത് ഇതേ പശ്ചാത്തലത്തിലാണ്. അബ്ദുൾ നാസർ മദനിയെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയാക്കി 9 കൊല്ലം മദനി ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്ന് 9 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മദനിക്ക് ആ കേസിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മദനിയെ പൂർണ്ണമായി ജയിൽ മോചിതനാക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ വന്ന് അദ്ദേഹം പഴയ തീവ്രവാദ ബന്ധമൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് പൊതുജനാധിപത്യ ധാരയിലേക്ക് ആളുകൾ വരണം എന്നുള്ള നിലപാട് പരസ്യമായി സ്വീകരിക്കുന്ന അവസ്ഥ. പോലീസ് സംരക്ഷണത്തിൽ അദ്ദേഹം കഴിയുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി ഇപ്പോൾ ബാംഗ്ലൂരിൽ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും ജാമ്യം കൊടുത്തു. പക്ഷെ കേരളത്തിൽ വരാൻ അനുവാദമില്ല. ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനോട് സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് മദനിയോട് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരോട്, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരോട്, ദളിത് വിഭാഗങ്ങളോട് വിവേചനപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. അതിനുവേണ്ടി അവരുടെ ലക്ഷ്യം നേടാൻ CBI ഉപയോഗിക്കുന്നു, UAP ഉപയോഗിക്കുന്നു, അഫ്സബ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ വേട്ടയാടി ജയിലിലടക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ മുമ്പിൽ ഒരു സംഭവം വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയുള്ളൂ എന്നാണ് വസ്തുത. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് മാത്രമേ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കും ദളിതർക്കും, ഞാൻ മതന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ഇന്ന് മുഖ്യധാര ഇതിനകത്തില്ല എന്നാണ് വസ്തുത. ഭരണകൂടത്തിനെതിരെ യുവാക്കൾ ചില സന്ദർഭങ്ങളിൽ തിരിയുന്നുണ്ട്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനം ചില മേഖലയിൽ വന്നുകൊണ്ടു, അതിന്റെ വളർച്ചയ്ക്കുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ നടത്തുകയാണ് ഇത് വേണ്ടത്. ഇത് സംബന്ധിച്ച് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഫ്രണ്ട് ലൈൻ ഹിന്ദു പത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന വാരികക്കാർക്ക് വന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതാനും ലേഖനങ്ങൾ ആ ഫ്രണ്ട് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന തലക്കെട്ടോടുകൂടി വന്ന ലേഖനങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. ജമ്മു കാശ്മീരിലെ സംഭവത്തെ കുറിച്ചാണ് ഈ ഫ്രണ്ട് ലൈൻ വിശദീകരിച്ചിട്ടുള്ളത്.
അവരതിനകത്ത് പറഞ്ഞത് വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ സൈന്യവുമായി തെരുവിൽ ഏറ്റുമുട്ടുന്നു. അവർക്കെതിരെ പ്രയോഗിക്കുന്നത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് അഫ്സപ എന്ന നിയമമാണ് ജമ്മു കാശ്മീരിൽ പ്രയോഗിക്കുന്നത്. 1990 മുതൽ ജമ്മു കാശ്മീരിൽ ഈ നിയമം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? ഇന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ മുഴുവൻ ഇന്ത്യക്കെതിരായി മാറ്റുന്ന അവസ്ഥയാണ് ഈ നിയമം പ്രയോഗിച്ചതിന്റെ ഫലമായി ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, കഴിഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജമ്മു കാശ്മീരിലെ CPM സെക്രട്ടറി യൂസഫ് തരിഗാമി, അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ഹൃദയസ്മുക്കായ ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹം വർഷങ്ങളായി സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ വരികയും അവിടുത്തെ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ ജമ്മു കാശ്മീരിലുള്ളത്. ദേശീയ പാർട്ടികളോട് ജനങ്ങൾക്ക് താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടികളുടെ പേര് ഇന്ത്യ എന്നുള്ള പേര് വെക്കുന്ന പാർട്ടികളെ ജനങ്ങൾ അംഗീകരിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വളർന്നു വരികയാണ്. ഇത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെയാണ് മതന്യൂനപക്ഷം ഒറ്റപ്പെട്ടത്? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജമ്മു കാശ്മീർ. ഇന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിൽ ജമ്മു കാശ്മീരിലെ മുസ്ലിം ബഹുജനങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. ദിവസേന ആളുകൾ അവിടെ കൊല്ലപ്പെടുകയാണ്. BJP അധികാരത്തിൽ വന്നപ്പോഴാണ് ജമ്മു കാശ്മീരിന്റെ സ്ഥിതി സങ്കീർണമായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്താകെ BJP നടത്തിയ ഒരു പ്രചാരവേല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവർ പറഞ്ഞു, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പാകിസ്ഥാനെ പാടുപെടുത്തി, പാകിസ്ഥാനെ തകർത്ത് കളയും എന്ന് പ്രഖ്യാപിച്ചു RSS നേതാക്കന്മാർ. പാകിസ്ഥാൻ വിരോധികളായ ആളുകളെ ഉത്തേജിപ്പിക്കാനായിരുന്നു, ഹിന്ദുത്വ വർഗീയതയെ ഇളക്കിവിടാനായിരുന്നു ഈ പാകിസ്ഥാൻ വിരുദ്ധ പ്രചാരവേല ഇലക്ഷൻ കാലത്ത് അവർ സംഘടിപ്പിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഈ നടന്ന പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന പ്രഖ്യാപനമല്ല എന്നെല്ലാവർക്കും അറിഞ്ഞുകൂടെ? പക്ഷെ തുടർന്ന് സംഭവിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണം നടത്തുന്നിടത്തേക്ക് സംഭവങ്ങൾ ചെന്നെത്തി. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം സങ്കീർണമാക്കി മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി. ഇതിന്റെ അനന്തരഫലമായാണ് ജമ്മു കാശ്മീരിൽ ഇന്ന് തുടർച്ചയായ ഏറ്റുമുട്ടൽ നടക്കുന്നൊരു സംസ്ഥാനമായിട്ട് മാറി. മോദി സർക്കാർ സ്വീകരിച്ച ജമ്മു കാശ്മീർ നയമാണ് കാശ്മീരിൽ ഇന്ന് സ്ഫോടകാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്തു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി പാർലമെന്റിനകത്ത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ശക്തമായി പോരാടി. ഒടുവിൽ സർവകക്ഷി അംഗം ജമ്മു കാശ്മീരിൽ പോകാൻ തയ്യാറായപ്പോൾ ആ കമ്മിറ്റി പറഞ്ഞു, അവിടെ സമരം ചെയ്ത തീവ്രവാദ സംഘടന നേതാക്കന്മാരുമായി ചർച്ചയില്ല എന്നൊരു നിലപാടെടുത്തു. അതോടുകൂടി സ്ഥിതിഗതികൾ നേരെയാക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എന്നാൽ ആ സംഘത്തിലുണ്ടായിരുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കൂട്ടും അതിന്റെ നേതാക്കന്മാരുമായി പ്രത്യേകം ചർച്ച ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഫ്സപ എന്നുള്ള നിയമം നടപ്പായിക്കൊണ്ട് ജനങ്ങളുമായി യുദ്ധം ചെയ്യുന്ന സ്ഥിതി തുടർന്നാൽ ഒരിക്കലും ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യയോടൊപ്പം മുഖ്യധാര രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ നിലപാട്. ജമ്മു കാശ്മീർ മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. ആ ജമ്മു കാശ്മീരിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനത്താണ് പട്ടാളത്തിന് അമിതാധികാരം പ്രയോഗിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ് ഈ പട്ടാള നിയമം
അപ്സപ്പ ഉപയോഗിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടാക്കിയ നിയമമാണ് ഇതിന്റെ തുടക്കം. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് ബ്രിട്ടീഷുകാർ. അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെ നേരിടാനാണ് പട്ടാളത്തിന് അധികാരം നൽകുന്ന ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് സർക്കാർ 1958 നാഗാ കലാപം ഉണ്ടായിരുന്നു. നാഗാ കുന്നുകളിലെ കലാപത്തെ നേരിടുന്നതിന് വേണ്ടി ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പാർലമെന്റ് തന്നെ പാസ്സാക്കുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് 1972 ചില ഭേദഗതികളൊക്കെ വന്നെങ്കിലും ആ നിയമം വളരെ പട്ടാളത്തിന് അമിതാധികാരം നൽകുന്ന നിയമമാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. ഇത് ഉപയോഗിച്ചത് എവിടെയൊക്കെയാണ്? നാഗാ കലാപകാരികളെ നേരിടാൻ. നാഗന്മാർ ന്യൂനപക്ഷമാണ്, ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. മണിപ്പൂരികളെ നേരിടാൻ. അതാണ് അവിടെ മണിപ്പൂരിൽ ഈ നിയമം പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വർഷങ്ങളായി അവിടുത്തെ വനിതാ നേതാവ് നിരാഹാരം കിടക്കുന്ന അവസ്ഥയുണ്ടായത്. അവിടെ ഈ ന്യൂനപക്ഷങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത്. മുസ്ലിങ്ങളെ നേരിടാൻ ജമ്മു കാശ്മീർ, നാഗാ കലാപകാരികളെ നേരിടാൻ, മണിപ്പൂരികാരെ നേരിടാൻ, കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാരെ നേരിടാൻ. നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം കരുനിയമങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. കണ്ണൂരിൽ പട്ടാള നിയമം ഉപയോഗിക്കണം എന്ന് പറയുന്നത് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ളതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ പട്ടാള നിയമം വേണം. മതന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്ന സ്ഥലത്ത് അടിച്ചമർത്താൻ അവിടെ പട്ടാള നിയമം. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുമാണ് രാജ്യത്ത് കരുനിയമങ്ങൾ പ്രയോഗിക്കുന്നത്. രാജ്യത്ത് പോട്ട എന്ന നിയമം ഉണ്ടായി. അത് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തിയത് ഗുജറാത്തിൽ മുസ്ലിംകൾക്കെതിരായിട്ടാണ്. ടാഡ എന്ന കരുനിയമം ഉണ്ടായി. അത് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തിയതിൽ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരായിട്ടാണ് ടാഡ ഉപയോഗിച്ചത്. UAPA ഉപയോഗിച്ചത് ഏറ്റവും കൂടുതൽ മുസ്ലിംകൾക്കെതിരായിട്ടാണ് ഇന്ത്യയിൽ. ഈ 3 നിയമവും പ്രയോഗിച്ച സ്ഥലം കണ്ണൂർ ജില്ലയാണ്. നിങ്ങൾ നോക്കണം. UAPA ഇവിടെ പ്രയോഗിച്ചു, UDF. ടാഡ ഉപയോഗിച്ചു, പോട്ട ഉപയോഗിച്ചു. എവിടെയാണോ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടുതൽ സ്വാധീനമുള്ളത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ നേരിടാനും ഇതേ കരുനിയമങ്ങളാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ ഭരണകൂടം മുസ്ലിങ്ങളെയും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായിട്ടാണ് കരുനിയമങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കരുനിയമങ്ങൾക്കെതിരെ യോജിച്ചു പൊരുതണം. ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായി കരുതി ഇത്തരം കരുനിയമങ്ങൾക്കെതിരായ നിലപാടെടുക്കുകയല്ല നാം വേണ്ടത്. ഇത്തരം കരുനിയമങ്ങൾ ജനാധിപത്യത്തിനെതിരാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിനെതിരായുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് കണ്ണൂരിൽ പട്ടാള നിയമം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് BJP ആണ്. BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ കുതന്ത്രമാണ് കണ്ണൂരിൽ പട്ടാള നിയമം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്തായിരിക്കും? ജനങ്ങളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടും. ഈ നിയമം പ്രയോഗിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങളും പട്ടാളവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ നിയമം പ്രയോഗിച്ച സ്ഥലങ്ങളിൽ പട്ടാളത്തിന് അമിതാധികാരം കൊടുക്കുമ്പോൾ പട്ടാളത്തിന് ആരെയും എന്തും ചെയ്യാം. 4 ആളുകളിലധികം കൂടി നിന്നാൽ വെടിവെച്ചു കൊല്ലാം. ഏത് സ്ത്രീകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ചോദിക്കാനും പറയാൻ അവകാശമില്ല. ഇതാണ് പട്ടാള നിയമം നടപ്പിലാക്കിയ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന അനുഭവം. ഇതാണ് ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാത്തത്. ഇന്ന് സ്ത്രീകളും കുട്ടികളും എല്ലാം
ഇതിനെതിരായിട്ട് രംഗത്ത് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് പ്രയോഗിച്ച സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിപരീത ഫലങ്ങളാണ്. പട്ടാളത്തെ കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ശത്രു സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടിയാണ് പട്ടാളം പറഞ്ഞത്. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ നേരിടാൻ പട്ടാള നിയമം വേണമെന്ന് പറയുന്ന ദുഷ്ടരാക്ക് ന്യൂനപക്ഷങ്ങൾ വേട്ട നടത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കണമെന്നും കമ്മ്യൂണിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണമെന്നതാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ പിന്നിലുള്ള ദുരുദ്ദേശം എന്ന വസ്തുത നാം മനസ്സിലാക്കണം. ഇന്ന് ഈ പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സജീവമായി നിൽക്കുന്നൊരു വിഷയമാണ് മുത്തലാഖ്. ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക്, ഇസ്ലാം മതം എന്നത് തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു മതമാണ് ഇസ്ലാം മതം. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ എല്ലാ കാലത്തും CPIM സ്ത്രീപക്ഷത്ത് നിന്ന ഒരു സമീപനമാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഭരണകൂട അനുസൃതമായ വിശ്വാസ വൈവിധ്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഇന്നൊരു മതത്തെ ആക്രമിക്കുന്ന വിധത്തിലാണ് ഈ പ്രശ്നത്തെ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ വിവാഹം കഴിക്കുക, കുറച്ചു കാലം ഒന്നിച്ച് ജീവിക്കുക, അത് കഴിഞ്ഞ് മൊഴിചൊല്ലി ഒഴിവാക്കുക, ഇതൊരു പ്രാകൃതമായ സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് മുസ്ലിം വ്യക്തിനിയമ ബോർഡ് ഇപ്പോൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്, ഇത് തുടരാൻ പാടില്ല എന്നുള്ളത്. ഈ ചിന്ത മുസ്ലിം വിഭാഗത്തിനകത്ത് ശക്തിപ്പെട്ടു വരുന്നതിന്റെ തെളിവാണ് മുസ്ലിം നിയമ ബോർഡ് എടുത്തിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മുസ്ലിം മത വിശ്വാസികൾ തന്നെ ചേർന്ന് ഈ തെറ്റുകൾക്കെതിരായിട്ട് പോരാടണം. ഈ മുത്തലാഖ് സമ്പ്രദായത്തിനെതിരായി മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് അഭിപ്രായം ഉയർന്നു വരുമ്പോൾ നമ്മൾ സ്ത്രീപക്ഷത്തായി നിൽക്കുക. കാരണം അതൊരു പ്രാകൃതമായ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനം ഏത് ഭാഗത്തിൽ നിന്ന് ഉൽപ്പത്തിഷ്ടുകൾ നവോത്ഥാന ചിന്തകൾ ഉയർന്നു വരുമ്പോൾ ആ നവോത്ഥാന ചിന്തകളെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത്. മുത്തലാഖ് വിഷയത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയല്ല വേണ്ടത്. അത് മുസ്ലിം മതവിഭാഗത്തിനിടയിൽ ഉള്ളവർ തന്നെ ഇത് സംബന്ധിച്ച് പരിഷ്കരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കണം. മുത്തലാഖിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന മനോഭാവം മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഇടപെടലാണ് ഈ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ടത്. സ്ത്രീകൾക്ക് തുല്യ പദവി, തുല്യ നീതി കൊടുക്കുകയാണ് വേണ്ടത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണുള്ളത്. അത് എത്ര ഉച്ചത്തിൽ പറയുന്നുവോ അത്രയും ആ സമൂഹം പരിഷ്കൃതമായി മാറുകയാണ് ചെയ്യുന്നത്. എല്ലാ മതത്തിലും ഈ വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു. ഹിന്ദു മതത്തിൽ നമ്പൂതിരി സമുദായത്തിൽ വലിയ വിവേചനം ഉണ്ടായിരുന്ന ഒരു സമുദായമായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ ഇത്തരം വിവേചനങ്ങൾക്കെതിരായിട്ടാണ് EMS നമ്പൂതിരിപ്പാട് നമ്പൂതിരിമാരെ സംഘടിപ്പിച്ച് പോരാടിയത്. മറക്കുടക്കുള്ളിൽ നിന്ന നമ്പൂതിരി സ്ത്രീകളെ മനുഷ്യ സ്ത്രീകളാക്കി മാറ്റുന്ന പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് VT ഭദ്രതിരിപ്പാട് മറ്റു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുരോഗമന മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ നാം ഈ സമരം ഉപയോഗിക്കണം. തുല്യനീതി ഉറപ്പുവരുത്തുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായ സമീപനം സ്വീകരിച്ച ഒരു പാർട്ടിയാണ് CPIM എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ ഞാൻ നോക്കുകയാണ്. ഇപ്പൊ പ്രധാനമന്ത്രി പറയുന്നുണ്ട് സബ്കാ സാത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ, എല്ലാവർക്കും ഒപ്പം എന്നാണ്. എന്നാൽ എല്ലാവർക്കും ഒപ്പം നിൽക്കാൻ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് കഴിയുന്നില്ല. ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ നിൽക്കുന്നത് വേട്ടക്കാരുടെ കൂടെയാണ്. BJP സർക്കാർ നിലകൊള്ളുന്നത് എന്നാണ് വസ്തുത. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ഇന്ന് തീവ്രവാദ ഹിന്ദുത്വത്തിന്റെ കുപ്രസിദ്ധി ആർജിച്ച യോഗി ആദിത്യനാഥിനെ തന്നെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചുകൊണ്ട് ഒരു പുതിയ സന്ദേശമാണ് യോഗി ആദിത്യനാഥിന്റെ നിയമനം വഴി നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സന്യാസിയാണ് അദ്ദേഹം.
ഇപ്പൊ സന്യാസി പലതരത്തിലുള്ള സന്യാസിമാരുണ്ടോ എന്നിപ്പോ കേരളക്കാർക്ക് മനസ്സിലായത്. ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ഈ സന്യാസി. ആ സന്യാസിനെ പറ്റിയാണ് തിരുവനന്തപുരത്ത് വന്ന റിപ്പോർട്ട്. ഈ കേരളത്തിൽ BJP എങ്ങാനാണ് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്ന സ്ഥിതി വന്നാൽ ആ ശരീരത്തിന്റെ ഒരു ഭാഗം പോയ ആ സന്യാസി ഒരുപക്ഷെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് മാറിയത്. ഇവിടെ സന്യാസിമാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി BJPക്ക് വേണ്ടി നടക്കുന്നത്. അയാളെ ആശുപത്രിയിൽ ശുശ്രൂഷിക്കാൻ 2 സന്യാസിമാരെ നിശ്ചയിച്ചിരിക്കുകയാണ്. അവർ രാവിലെ ഉച്ചക്കെല്ലാം വൈകിട്ട് പോയി എങ്ങനെ എന്ത് സുഖമുണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണ്. ഇതാണിപ്പോ സന്യാസിമാരായ ചില ആളുടെ പരിപാടി. എല്ലാ സന്യാസിമാരെയും ആ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല നമ്മളൊക്കെ സന്യാസി എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരു സന്യാസി, ഇതും സന്യാസി. ഇങ്ങനെയുള്ള ഇതിന്റെ പേരിൽ നടക്കുന്ന വൈകൃതങ്ങൾ ഉള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ RSS ശ്രമിക്കുന്നത്. ഇതും ചെയ്യുന്നത് മതത്തിന്റെ പേരിലാണ്. ഇപ്പൊ മതത്തെ ഏതെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് ദുരുപയോഗിക്കുന്നത് എന്നുള്ളത് ഇതുപോലുള്ള ഒട്ടേറെ സംഭവങ്ങളാണ് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്നുള്ളതിലേക്ക് സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടി, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ മാറ്റത്തിന് വേണ്ടി ഈ മേഖലയിലെ സംഘടനകൾ ഇടപെടണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആ റിപ്പോർട്ടിലെ ശുപാർശ നടപ്പാക്കിയില്ല. കേരളത്തിൽ മാത്രമാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മീഷൻ വെച്ച് ഇവിടെ ചില നടപടികൾ സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് എന്ന് നോക്കണം. ഈ സന്ദർഭത്തിലാണ് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്, ഇതിന് കാരണം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അവശത മാറ്റണമെങ്കിൽ ദേശവ്യാപകമായി ജനാധിപത്യ പ്രസ്ഥാനം വളരണം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരണം, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം വളരണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി ഉള്ളിടത്താണ് ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം. ഇടതുപക്ഷത്തിന് ശക്തി ഉള്ളിടത്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതത്വമുള്ളത്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനത്തൊന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല. കൊലപാതകങ്ങൾ, അക്രമങ്ങൾ തുടർച്ചയായി നടക്കുന്നു, വീട് കത്തിക്കുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മാറി നിൽക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യവും തുടർച്ചയായി സ്വീകരിച്ചു വരുന്ന ഭരണ നടപടികളുമാണ് കേരളത്തിൽ ഈ മാറ്റം വരുത്തിയത്. ദേശീയ തലത്തിൽ ഇങ്ങനൊരു മാറ്റം, ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വമുള്ള ഇന്ത്യ, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സുരക്ഷിതത്വമുള്ള ഇന്ത്യ, അതിന്റെ ഭാഗമായി എല്ലാവരും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക. ഈ സന്ദേശം ധൈര്യമായി പറയാൻ കഴിയണം. അത് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ആ സന്ദേശം ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ എത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് രാജ്യത്ത് മാറ്റമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കേരളം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ അല്ലാതെ കിടക്കുന്നു. ഇത് മാറ്റാനുള്ള ഇടപെടലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നാം നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സെമിനാറുകളും ചർച്ചകളും നമുക്ക് വളരെയധികം സഹായകരമായി കഴിയും. അധ്യക്ഷൻ അഡ്വക്കേറ്റ് നിസാർ പറഞ്ഞിട്ടുള്ള വഖഫ് ബോർഡിന്റെ പ്രശ്നം അത് ഗവൺമെന്റ് പ്രത്യേകമായി പരിഗണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് മാസം നമുക്കതിനൊരു പരിഹാരം കാണാൻ കഴിയും. ശക്തമായിട്ടുള്ള ഇടപെടൽ ഇത്തരം മേഖലയിൽ നടത്താൻ പ്രതിജ്ഞാബദ്ധമായൊരു ഗവൺമെന്റാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മുടെ ഉദ്ഘാടനം അറിയിച്ച് ഞാൻ വാർത്ത